അമ്മേ, ഈ പുനർജനി എന്ന് പറഞ്ഞാൽ എന്താ? കനിമോളുടെ ചിണുങ്ങിക്കൊണ്ടുള്ള ചോദ്യം കേട്ടൊന്ന് ഞെട്ടി. പുനർജനി? എവിടുന്നാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു വാക്ക് കിട്ടിയത്? ആരാ മോളോടിപ്പോൾ പുനർജനിയെക്കുറിച്ച് പറഞ്ഞത്? മാളു ചേച്ചിയാ? പറയാമ്മേ, എന്താ പുനർജനി? ആ 5 വയസ്സുകാരി പിന്നെയും ചുരുങ്ങി. പുനർജനിയോ? അതൊരു വലിയ ഗുഹയാണ് കനിക്കുട്ടി. ഗുഹയോ? അതെല്ലോ വാവേ. അപ്പോ മാളച്ചേച്ചി പറഞ്ഞത് ശരിയാണല്ലേ? എന്താ മാളച്ചേച്ചി കുഞ്ഞിനോട് പറഞ്ഞത്? അതോ, പുനർജനി എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാ അടുത്ത ജന്മം നമുക്ക് ഇഷ്ടമുള്ള ആളായി ജനിക്കാന്ന്. ശരിയാണോ അമ്മേ? ഈ മാളുവിൻ്റെ ഒരു കാര്യം, കുഞ്ഞിനോട് എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കണേ? ശരിയാണല്ലോ വാവേ. എന്നാ എന്നെ അവിടെ കൊണ്ടുപോകുമോ അമ്മേ? എന്തിനാ മോളെ? മോൾക്ക് അടുത്ത ജന്മം ആരാവണ്ടേ? അതോ, എനിക്കൊരു പ്രാവായി ജനിക്കണം. വെള്ളപ്രാവ്. വെള്ളപ്രാവുകൾ അവൾക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. സമാധാനത്തിൻ്റെ സന്ദേശവാഹകർ. അവളുടെ ആവശ്യപ്രകാരമാണ് കൂട്ടിലടച്ച് വളർത്തിയിരുന്ന 2 ഇണപ്രാവുകളെ മുകുന്ദേട്ടൻ തുറന്നുവിട്ടത്. വെള്ളപ്രാവുകളെ കാണുമ്പോൾ എന്നും സന്തോഷത്തോടെയും കൗതുകത്തോടെയും അവൾ നോക്കി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ചുവരിൽ പലയിടത്തായി വെള്ളപ്രാവുകളുടെ ചിത്രങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. അമ്മേ, എന്താ ഒന്നും പറയാത്തേ? എന്നെ കൊണ്ടുപോവില്ലേ? കൊണ്ടുപോകാലോ, നമുക്കൊരിക്കൽ പോണം. അച്ഛനോട് പറയാട്ടോ. പക്ഷേ അമ്മേ, അടുത്ത ജന്മം ഞാൻ കാക്കയായിട്ടേ ജനിക്കൂ, സങ്കടത്തോടെ അവൾ പറഞ്ഞു. അതെന്താവേ? അതോ, അത് അമ്മ എന്നെ വഴക്ക് പറയോ? ഇല്ല, മോള് പറ. അമ്മ പറയാറില്ലേ കള്ളം പറയരുതെന്ന്? ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അമ്പടി കുറുമ്പി, എന്താ പറഞ്ഞത് അമ്മയോട്? അതോ, അത് അമ്മ മണ്ണ് വാരി കളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ മണ്ണ് വാരി കളിച്ചു. അമ്മ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് കള്ളം പറഞ്ഞു. പരിഭ്രമത്തോടെ അവൾ എന്നെ നോക്കി. ആണോ? സാരില്ല കേട്ടോ, ഇനി കള്ളം പറയരുത്. നല്ല കുട്ടികൾ കള്ളം പറയില്ലല്ലോ. അമ്മയുടെ ചക്കര നല്ല കുട്ടിയല്ലേ? ഇല്ല, ഇനി കള്ളം പറയില്ല. കള്ളം പറഞ്ഞുകൊണ്ടാണോ കാക്കയായി ജനിക്കുമെന്ന് പറഞ്ഞേ? അല്ല, പിന്നെ മണ്ണ് വാരിക്കാച്ച കാക്കയായി മാറുമെന്ന് മാളച്ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് വന്നത്. ഈ മാളുവിനെ കൊണ്ട് തോറ്റല്ലോ. ശരി, ഇനി മോള് മണ്ണ് വാരി കളിക്കണ്ട കേട്ടോ. അപ്പോൾ കാക്കയാവില്ലല്ലോ. അപ്പോ അമ്മേ, അപ്പോ മമ്മു കാക്കയായി മാറുമോ? അവളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്നും മണ്ണിൽ പണിയെടുക്കുന്നത് അവൾ കാണാറുണ്ട്. ഇനിയും ഏറെ നിന്നാൽ അവളുടെ ചോദ്യങ്ങൾ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. മോളെ, ഇനിയൊക്കെ അമ്മ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാട്ടോ. അമ്മയുടെ പണി ഒന്നും കഴിഞ്ഞില്ല മുത്തേ. മോൾ അപ്പുറത്ത് പോയി കളിച്ചോളൂ കേട്ടോ. അവളിൽ നിന്ന് രക്ഷപ്പെടാനായി പറഞ്ഞൊപ്പിച്ചു. ശരി അമ്മേ. മണ്ണി കളിക്കരുതേ. ഇല്ലേ അമ്മേ, ഓടിക്കൊണ്ടവൾ പറഞ്ഞു. എന്നാൽ
വീണ്ടും അവൻ മണ്ണിൽ കളിച്ചു. അതുകൊണ്ടാവാം ഇന്ന് ഈ പാപനാശിനി തീരത്ത് അമ്മയുടെ ഒരു ഉരുളം വലിച്ചോറ് കിട്ടാനായി ഒരു കാക്കയായി അവൾ എത്തിയത്. അന്നത്തെ ആ കുസൃതി കൊടുക്ക വളർന്ന വലുതായിരുന്നു. പഠിച്ച് മിടുക്കിയായി. പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും 1-ാം സ്ഥാനക്കാരി. അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പ്രിയപ്പെട്ടവൾ. എൻ്റെ മോളായോണ്ട് പറയുന്നതല്ല കേട്ടോ. മിടുക്കി, മിടുമിടുക്കി. എല്ലാവരോടും സ്നേഹം, അനുകമ്പ. ഒടുവിൽ അവളൊരു ഡോക്ടറായി. കുട്ടികളോട് ഏറെ പ്രിയമായതിനാൽ ഒരു ശിശുരോഗ വിദഗ്ധ തന്നെയായി. അവളുടെ അടുത്ത് വന്ന കുട്ടികളാരും ചിരിച്ചുകൊണ്ടല്ലാതെ തിരിച്ചു പോയിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് വന്നാൽ പിന്നെ ഒരു 100 കൂട്ടം കഥകളാണ്. ഓരോ ദിവസവും കണ്ട കുട്ടികളെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസമാണ് കൃതിമോളുടെ കാര്യം പറഞ്ഞത്. എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ആ കാര്യം പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കൃതിമോൾ ഒരു 3 വയസ്സുകാരി. ഹൃദയത്തിന് മാരകമായ തകരാറ് വന്നിരിക്കുന്നു. ഉടനെ ഒരു ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ദരിദ്രരായ മാതാപിതാക്കൾ. പെട്ടെന്ന് തന്നെ ഒരു ഡോണറെ കണ്ടുപിടിച്ച് ഹൃദയം മാറ്റിവെക്കണം. അവൾക്ക് കരച്ചിലടക്കാനായില്ല. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം ശരിയാവും മോളെ, ഈശ്വരൻ എന്നൊരാളില്ലേ, ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. ഒരു ഡോണറെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. എൻ്റെ ഹൃദയം ആ കുഞ്ഞിന് നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ ആരം പറ്റുന്നതായിരുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകവേ ബ്രേക്ക് പോയി ചീറിപ്പാഞ്ഞു വന്ന ഒരു ടിപ്പർ അവളുടെ കാറുമായി കൂട്ടിയിടിച്ചു. അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഒടുവിൽ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു മസ്തിഷ്ക മരണം. പക്ഷേ എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. ഇന്നും അവളുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു. കൃതിമോളുടെ ഉള്ളിൽ. എൻ്റെ പൊന്നുമോളെ, നിനക്ക് വേണ്ടി എന്ത് ചെയ്താലാണ് മതിയാവുക? ഇനി നീ എൻ്റെ മകളായി ജനിക്കുമെങ്കിൽ ഞാൻ ആ പുനർജനയിലേക്ക് പോയിക്കോളാം. എത്ര നാൾ വേണമെങ്കിലും തപസ് ചെയ്തോളാം. നിനക്കായി കാത്തിരുന്നോളാം.